ഹലോ കൂട്ടുകാരെ, എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം എന്ത് വീഡിയോ ഇടണമെന്ന് കരുതിയിരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ച് ഡെയിലി വ്ലോഗ് തന്നെ ആദ്യം ഇടാമെന്ന്. അങ്ങനെ ഡെയിലി വ്ലോഗായിട്ടാണ് ഇടാൻ പോകുന്നത്. ആദ്യം രാവിലെ എനിക്ക് ഫ്രഷൊക്കെ ആയി എൻ്റെ ചെറുക്കുട്ടൻ കുഞ്ഞു മോനുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ അടുത്തതായിട്ട് ഇനി മോക്ക് ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന മുട്ടയും പാലും പഴമൊക്കെ അതിൻ്റെ പാട്ടിലാണ്. ഞാൻ അതൊക്കെ ബോയിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം പാല് കാച്ചി പിന്നെ പഴവും മുട്ടയൊക്കെ അവിച്ചായിരുന്നു. പിന്നെ ഇന്ന് ഉറട്ടിയാണ് ഉണ്ടാക്കുന്നത്. അത് എൻ്റെ പൊന്നു മോളാണ്. കുഞ്ഞിന് ഉറക്കയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പേരും പറഞ്ഞ് രാവിലെ ഒന്നും എണീക്കത്തില്ല. ഇപ്പം രാവിലെ എണീച്ചൊക്കെ ഒന്ന് ഫ്രഷ് ആവുന്നതേ ഉള്ളൂ. മല ഒരു ഹായ് പറഞ്ഞു. ഇത് ഒരു വർഷത്തിൽ കൂടുതലായി വാങ്ങി വെച്ചിട്ട് ചിരവ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് യൂസ് ചെയ്യുമ്പോൾ കാണിച്ചു തരാവേ. പിന്നെ മോനും എണീറ്റു. രണ്ടുപേരും സംസാരിച്ചിട്ടൊക്കെ നിന്നിട്ട് മോനാണെങ്കിൽ ഇതാ വന്നു. ഇതാണ് എൻ്റെ മോനാണെങ്കിൽ രാവിലെ എണീക്കുക, എനിക്ക് ഹെൽപ്പ് ചെയ്യുക, CMA പഠിക്കുകയാണ്, വ്ളോഗറാണ്. മോളിപ്പോൾ ഡെലിവറി കഴിഞ്ഞുകൊണ്ട് അധികം ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് മോള് റെസ്റ്റിലാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരും. പിന്നെ മോള് പഴമൊക്കെ വെച്ചു. പിന്നെ അതിൽ ഞാനും പഴമൊക്കെ, എനിക്കും കൂടി ഹെൽത്ത് ഉണ്ടെങ്കിലല്ലേ മോളെ നോക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പഴമൊക്കെ കഴിച്ചു. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉറട്ടിയും ഉള്ളിക്കറിയാണ്. അപ്പം ഇത് രണ്ടും ഞാനാണ് ഉണ്ടാക്കാൻ പോണത്. എൻ്റെ ഉറട്ടിയുടെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. നല്ല സോഫ്റ്റാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, എന്നാൽ ഞാൻ ഒരുപാട് തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് ഉറട്ടി ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അതിലേക്ക് കിടക്കാം, ആ ജോലിയിലേക്ക് കിടക്കാം. കറിയായിട്ട് തക്കാളി കറിയാണ് മോൾ ഉണ്ടാക്കിയത്. പിന്നെ തേങ്ങയൊക്കെ ഇട്ട് മാവൊക്കെ മോള് തന്നെ മിക്സ് ചെയ്ത് കുഴച്ച് മോള് തന്നെ ഉണ്ടാക്കി. ഞാൻ ആ സമയം താഴെ ചോറും കറികളൊക്കെ താഴെയാണ് പോയി വെച്ചത്. മോളിവിടെ മേളിൽ കുഞ്ഞിനെ നോക്കി കുഞ്ഞ് വെറുതെ കളിച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് മോള് പെട്ടെന്ന് ഇത് തക്കാളിക്കറിയും റൊട്ടിയൊക്കെ ഉണ്ടാക്കി. പിന്നെ എൻ്റെ ചെറുക്കുട്ടൻ വന്ന പിന്നെ അമ്മാമ്മയ്ക്ക് ഭയങ്കര സ്പീഡാണ്. അല്ലെങ്കിൽ മടിച്ച് താങ്ങി തൂങ്ങിയൊക്കെ നിൽക്കും. ഇപ്പം അതൊന്നും ടൈമില്ല. മോൻ കരയുന്നുമ്പോൾ അടുത്ത ജോലി പെട്ടെന്ന് തീർക്കണമെന്ന് ഫാസ്റ്റിലാണ് എല്ലാം ചെയ്യുക. അമ്മാമ്മയായപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇനി കുട്ടിക്കളിയൊന്നും പാടില്ലല്ലോ നമുക്ക്, അല്ലെങ്കിൽ ഭയങ്കര കുട്ടിക്കളിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറച്ച് മാറ്റമൊക്കെ ഉണ്ട്. പിന്നെ മോള് ഇതിൽ ഉറട്ടിയിൽ തേങ്ങയും എണ്ണയൊക്കെ ഒത്തിരി ഒഴിക്കും. അതാണ് ടേസ്റ്റ് കൂടുതലേട്ടാ. പിന്നെ മോള് തലേ ദിവസത്തെ മഷ്റൂം കറിയും പിന്നെ തക്കാളി കറിയൊക്കെ വെച്ച് കഴിച്ചു. മോള് ഫാസ്റ്റായിട്ട് എല്ലാം ചെയ്തു. അതിപ്പം ഞാനും താഴ്ന്ന എല്ലാ കുക്കിങ്ങൊക്കെ റെഡിയായി എല്ലാം പാക്ക് ചെയ്തിട്ട് ഞാനും പെട്ടെന്ന് കയറി. അപ്പോൾ മോനൂട്ടൻ കളിച്ച് കരയേണ്ട പരുവത്തിലോട്ട് എത്തുമായിരുന്നു. പിന്നെ മോള് ഫുഡൊക്കെ കഴിച്ചു. ഞാനും മോനുമായിട്ട് എടുത്ത് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ മോനൂട്ടനാണെങ്കിൽ നമ്മൾ വാവ വന്ന പിന്നെ അമ്മയ്ക്ക് മോനോട് ചെല്ലയില്ലെന്നൊക്കെ പരാതിയാണ്. പിന്നെ മോനെയും കൂടിയൊക്കെ കൂട്ടിട്ട് കൊഞ്ചിച്ച് പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടി കളിച്ചതിന് ശേഷം നമ്മൾ തൊട്ടിൽ കിടത്തിയായിരുന്നു. ഇത് തൊട്ടിൽ 2 ദിവസം ആയതല്ലേ ഉള്ളൂ. തൊട്ടിലൊക്കെ കെട്ടിയിട്ട് ഇതെൻ്റെ അമ്മ എൻ്റെ കുഞ്ഞാവന് വരുമ്പോൾ തൊട്ടിൽ കെട്ടാനായിട്ട് തന്ന ലുങ്കിയാട്ടോ. പുതിയ ലുങ്കി അമ്മ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു കുറേ തുണികളൊക്കെ എൻ്റെ അമ്മ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്കത്തെ ലഞ്ചിനായിട്ട് ഒഴിച്ച് കറി, ചോറ്, ക്യാബേജ് തോരൻ, വാഴയ്ക്കത്തോരൻ, കീരത്തോരൻ, ക്യാബേജ് മെഴുക്ക് വരട്ടിയായിരുന്നു. പിന്നെ ഫിഷ് ഫ്രൈയും മാങ്ങാക്കറിയായിരുന്നു. അത് കഴിഞ്ഞ് മോക്ക് വൈകിട്ടത്തേക്ക് ഞാൻ കഞ്ഞിയും പയറും ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷം ഞാനും മോനും കൂടി പുറത്ത് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ട് നിന്നപ്പം മോനൂട്ടന് കിണുങ്ങൽ. അപ്പം അമ്മമ്മ കുറച്ച് നേരം എടുത്ത് കൊഞ്ചിച്ച ശേഷം മുകളിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ അടുത്ത് തന്നെയാണ് ഒരു മാർജിൻ ഷോപ്പിലാണ് പോയത്. കുറച്ച് വെജിറ്റബിൾസും സവാളയൊക്കെ വാങ്ങാനായിട്ട് പോയതാണ്. സവാളയൊക്കെ ഇപ്പം നല്ല വിലയാണ്. പിന്നെ കുറച്ച് സോയാബീൻ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് തന്നെ, തക്കാളി അങ്ങനത്തെ കുറച്ച് ചെറിയ ഐറ്റംസൊക്കെ വാങ്ങി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചു വരാനായിട്ട് ഇറങ്ങി. പിന്നെ എൻ്റെ കുഞ്ഞു വാവയ്ക്ക് കിലുക്ക് വാങ്ങണമായിരുന്നു. കിലുക്ക് ഇടയ്ക്കായിട്ട് വാങ്ങിയിട്ട് വന്നത് ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു ഫാൻസി ഉണ്ടായിരുന്നു. അവിടെ കയറി എൻ്റെ കുഞ്ഞു വാവയ്ക്ക് കുറച്ച് കിലുക്ക് വാങ്ങി. അതിനുശേഷം പിന്നെ മോനവിടെ കുറച്ച് കമ്മലും മോതിരമൊക്കെ നോക്കിയിട്ട് നിൽക്കുകയായിരുന്നു. അതൊക്കെ വാങ്ങി. പിന്നെ മോൻ അവിടെ നിന്ന് ഒരു മാഗി വാങ്ങിയായിരുന്നു. മോൻ അത് മതിയെന്ന് പറഞ്ഞു. പിന്നെ മോളത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തു. ഞാൻ അപ്പത്തിനൊക്കെ അരയ്ക്കാനിട്ടിരുന്നു, അതൊക്കെ അരച്ചു. പിന്നെ മാതള
എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ജ്യൂസ് അടിക്കാൻ. മോൾക്ക് മാതുള ജ്യൂസ് അടിച്ചു. പെട്ടെന്ന് ദോശയും ചമ്മന്തിയും, കുഞ്ഞുമാവ പെട്ടെന്ന് കരയും മുമ്പേ പെട്ടെന്ന് ദോശയും ചമ്മന്തിയും ചപ്പാത്തിയും തക്കാളിക്കറിയൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് ഫുഡ് അടിച്ചിട്ട് കിടന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ.